ഫ്രണ്ട്സ്, ഇനി ലോ ബഡ്ജറ്റ് ഇല്ല എന്നുള്ള പരാതി വേണ്ട. ഒരുപാട് ലോ ബഡ്ജറ്റ് ഇതാ നിങ്ങൾക്ക് വേണ്ടി മോദുഭായി ഈ വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ടോട്ടൽ ഏകദേശം എത്ര കാറിന് മോദുഭായി? 42 കാറുകളുണ്ട്. ലോ ബഡ്ജറ്റ് മാത്രമല്ല, എല്ലാ ക്വാളിറ്റി കാറുകളും ഉണ്ട്. ലോൺ എടുക്കാൻ പറ്റുന്ന കുറഞ്ഞത് ഫുൾ എമൗണ്ട് കയറുന്നത് ഒക്കെ അതിൽ സീറോ ഡൗൺ പോയിന്റ്. ഗ്രാൻഡ് ഐറ്റം ഏത് ഹുണ്ടായിന്റെ ഒരുപാട് വണ്ടി സ്റ്റോക്കിലുണ്ട്. ഒരു 10-12 ഹുണ്ടായി ഗ്രാൻഡ് ഐറ്റം പെട്രോൾ കിട്ടും. പെട്രോൾ നമുക്ക് 1.2 വരുന്ന സ്പോർട്സ് മാഗ്ന ഉണ്ട്, ആസ്റ്റ ഉണ്ട്. ഇതില് പ്രത്യേകത മാക്സിമം ഫണ്ട് ചെയ്ത് തരാം. മാക്സിമം ചെയ്യാൻ പറ്റും. നമ്മള് കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു മാസമായി. കഴിഞ്ഞ വീഡിയോ സ്റ്റോക്ക് ഒക്കെ ഏകദേശം കഴിഞ്ഞല്ലോ. ഒരുപാട് ഫേസ് ലിഫ്റ്റ് ആയിട്ടുണ്ട്. കുറഞ്ഞ വണ്ടികളൊക്കെ ഉള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ മോദുഭായി ഒരുപാട് കമന്റ്സ്, വണ്ടികൾക്കൊക്കെ ഭയങ്കര വിലയാണ്, വില പഴയ പോലെ അല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ് കാണുന്നുണ്ട്. കാണുന്ന ആൾക്കാർ പണ്ട് നമ്മൾ 15-നും 20-നും 30-നും ഒക്കെ 800 ഇതൊക്കെ വിറ്റ അതാണ്. അപ്പൊ ആ വിലക്ക് ഇപ്പൊ നമ്മളിത് കൊടുക്കുവോ? ഇല്ല, അതാണ് വിഷയം. അല്ല, ആ റേറ്റ് നമ്മൾ വണ്ടി റേറ്റുകൾ ഇപ്പോഴും ഉണ്ട്. വണ്ടികൾ ഇപ്പൊ കിട്ടുമ്പോൾ അതേ റേറ്റിൽ തരാം. ഞാൻ ഇപ്പോൾ 49 രൂപയ്ക്ക് സ്പാർക്ക് തരാം 2011. അത് ഞാൻ വെല്ലു വിളിക്കുകയാണ്. ഇത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും. 2011 സിംഗിൾ ഓണർഷിപ്പ് പിന്നെ സ്പാർക്ക് 49 രൂപ ഫസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ പോകുന്ന വഴിക്ക് ലൊക്കേഷൻ പറയാം. കോഴിക്കോട് പാവങ്ങാട് നിയർ ഏഷ്യർ ലോറി ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സെക്കൻഡ് ചോയ്സ്. സിംഗിൾ ഓണർഷിപ്പ്. ഇതിന്റെ ടയർ നോക്കി നിങ്ങൾ. നല്ല ടയർ അല്ലേ? ആ ഭാഗത്ത് ഉണ്ടായിട്ടോ പ്രസ് ഉണ്ടായിട്ടോ കൊടുക്കില്ല. നല്ല ടയറുള്ള സിംഗിൾ ഓണർഷിപ്പ് വരുന്ന സ്പാർക്ക്, AC പോസ്റ്റ് സ്റ്റാറിംഗ് വരുന്ന പവർ വിൻഡോ വരുന്ന. അപ്പോൾ ഇത് LS LT വരും. ഒരു ചെറിയ ഫാമിലിക്കൊക്കെ പറ്റും. 49 രൂപയ്ക്ക് ഇനിയിപ്പോൾ ആർക്കും ഉപയോഗിച്ചിട്ട്. പെട്രോൾ ആണല്ലോ? പെട്രോളാണ്. 1 ലിറ്റർ CC വരും, പവർ വരും. ഇനി സ്പെയർ ഒക്കെ കിട്ടാൻ കേട്ടോ. റോഡിൽ ഒരുപാട് ക്രൂസ് ഉണ്ട്, ബീറ്റ് ഉണ്ട്, ഏവിയോ ഉണ്ട്. പിന്നെ ഏതാണ് മറ്റേ സെഡാനില്ലേ, സെഡാനുള്ള സംഭവം ക്രൂസ് ഉണ്ട്, ടവേര ഉണ്ട്. ഹൈവേ പോലീസ് ഉപയോഗിക്കുന്ന ടവേര ഉണ്ട്. ഇപ്പോൾ അതിലോടില്ലേ സ്പെയർ കിട്ടാണ്ട്. അപ്പോൾ 49 രൂപ കൊടുക്കും. 49 രൂപയ്ക്ക് പെട്ടെന്ന് വിളിച്ചോളൂ. പിന്നെ വേറെ ഒന്നുണ്ട്, വിളിച്ചിട്ട് ഇവിടെ കിട്ടാത്ത പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ അതിലൊരു ജോബ് ഹയറിംഗും പറയുന്നുണ്ട്. എങ്ങനെയാ വെച്ചാൽ നമുക്ക് ടെലികോളേഴ്സിന് വേണം, സെയിൽസ് സ്റ്റാഫിന് വേണം, അക്കൗണ്ടന്റ് വേണം. ഈ 3 വേക്കൻസി ഉണ്ട്. അതിലേക്ക് വേണമെങ്കിൽ വിളിക്കാൻ ഞാൻ നമ്പർ വെക്കുന്നുണ്ട്. ഈ നമ്പറിലല്ല, അതിൽ കിട്ടാത്ത പരാതി ഉണ്ടല്ലോ. 2009 മോഡൽ, സോറി 2008 മോഡൽ 1.2 വരുന്ന കാപ്പ അല്ല വരിക, ഇതായിരിക്കും വരിക 1.1 സ്പോർട്സ് കിട്ടോ. സ്പോർട്സിൽ അടിപൊളി വണ്ടി, റിന്യൂവൽ എടുത്ത് വെച്ച വണ്ടിയാണ്. 2028 വരെ പേപ്പർ ഉണ്ട്. 1,20,000 രൂപ 1,20,000 ഐറ്റനാണ്. അപ്പൊ ആ കമന്റ് ഇട്ട് ഒളിഞ്ഞിരിക്കുന്ന കമന്റ് ഇടുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് കാണണം. കാണൂല. ഞാനിവിടെ മറ്റേ നല്ല വണ്ടി വെക്കുമ്പോൾ ഒരു കാണുള്ളൂ. 2011 വണ്ടി 1,22 നേരം. 11 മഹാന്മാർ ഇവിടെ വെക്കുന്നത് 1.5, 1.40, 30 ഒക്കെ ഉണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടി. എനിക്ക് തോന്നുന്നു ഈ കമന്റ് ഇടുന്ന ആൾക്കാർ പക്ക കച്ചവടക്കാരാണ്. അവരെ ഇടുള്ളൂ, അല്ലാതെ സാധാരണക്കാരെ ഇടൂല. 1,22,000 രൂപയ്ക്ക് 2011 തരാം. ആ കമന്റിൽ ഞാൻ റിപ്ലൈ കൊടുക്കട്ടോ. നിങ്ങൾ എവിടെയാണ്, നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഞാൻ വന്ന് എടുക്കാൻ. പിന്നെ ഓല അടുത്തത് 2011 കോട്രജെറ്റ്. ഇതിന് ഇൻഡിക വിസ്റ്റയാണ്. വില കുറവാന്ന് പറയുന്നത്. വിസ്റ്റ അല്ല, വിസ്റ്റയില് കോട്രജെറ്റ് ആണ്. എഞ്ചിൻ വരുന്ന വണ്ടി 1,20,000 രൂപയ്ക്ക് ഇതും തരാം. ഇതിന്റെ TDI എഞ്ചിൻ വരുന്നുണ്ട്. സ്വിഫ്റ്റിൽ വരുന്ന സെയിം എഞ്ചിനുള്ള വണ്ടി ആരെങ്കിലും 1,20,000 2011 വണ്ടി. അടുത്തത് 2011 രജിസ്ട്രേഷൻ വരുന്ന ഓൾട്ടോ തന്നെ 1,30,000 രൂപ. 1,30,000 ഇത് പ്രത്യേകത പറഞ്ഞാൽ വണ്ടി ഗുഡ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, വൃത്തിയൊക്കെ ഉണ്ട്. 1,30,000 ഇതും തരാം, 1,20,000 അതും തരാം. രണ്ടും സെയിം 2011 വണ്ടിയാണ്. എല്ലാം രണ്ടും 2026 വരെ പേപ്പർ വാലിഡിറ്റി ഉള്ള വണ്ടി. XV ടൈപ്പ് തരാം. 110 PS വരുന്ന XV എന്നുള്ള വേരിയന്റ്. ടെറാനോ 2014 വണ്ടി. ഇത് 4,20,000 രൂപയ്ക്ക് തരാം. 4,20,000 4,20,000 നിങ്ങൾക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 3,000 ഒരു ലോണും ചെയ്യാൻ പറ്റും. ആണല്ലേ? ഓക്കെ. അടുത്തത് ക്രെറ്റ ഡീസൽ പെട്രോൾ ഓണർഷിപ്പ് 45,000 കിലോമീറ്റർ ഓട്ടോ. എങ്ങനെയാ? E+ എന്നുള്ള വേരിയന്റിൽ 8,40,000 രൂപ വരാം. ആണ്. 2019 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 45,000 കിലോമീറ്റർ, പെട്രോൾ, വെൽ കണ്ടീഷൻ, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഓക്കെ. നമ്പർ കാണിച്ചെടുത്ത് സർവീസ് ഹിസ്റ്ററി ഒക്കെ എടുത്ത് വന്നോട്ടെ. ഓക്കെ. അടുത്തത് എക്കോ സ്പോർട്ട് 2016 മോഡല്, ട്രെൻഡ് പ്ലസ്. ഓക്കെ. ഇതിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ തന്നെ വരും. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. എങ്ങനെ? ഇത് 5,10,000 കൊടുക്കാം. 5,10,000 2016 ട്രെൻഡ് പ്ലസ് ആണ്. നീറ്റ് ആൻഡ് ക്ലീൻ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, കാലിക്കറ്റ് രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. ഓക്കെ. ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. അടുത്തത് ഡീസൽ ZDI 2018 ZDI സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സ്പെഷ്യൽ റേറ്റ് 8 ലക്ഷം രൂപ വരാം. 8 ലക്ഷത്തിന് ഓട്ടം കൂടുതലൊന്നുമില്ല. ഇനിയിപ്പോൾ അതുകൊണ്ടാണെന്ന് പറയണ്ട,
അപ്പോൾ ഇത് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഹിസ്റ്ററി ഉള്ളല്ലേ? ഹിസ്റ്ററി ഉണ്ട്, കറക്റ്റ് ഹിസ്റ്ററികളുണ്ട്. 62,000 ഓടിയിട്ടുള്ളൂ. 62,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് 2018 ZD ആണല്ലേ? ഒരു 7 ലക്ഷം ലോൺ കിട്ടില്ലേ? ഏറെ കിട്ടും, ഏറെ വരെ ലോൺ. ഓക്കെ, അടുത്തത് ക്രെറ്റ പെട്രോൾ വരാം. 2016 മോഡൽ. 2016 ക്രെറ്റ എങ്ങനെയാ? ഇത് 6,60,000 സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. 92,000 കിലോമീറ്റർ. പെട്രോളിൽ വെൽ കണ്ടീഷൻ വണ്ടി. സ്പെഷ്യൽ റേറ്റിൽ തന്നെ 2017 ഇയോണ് 63,000 കിലോമീറ്റർ ഓടിയ വണ്ടി 2,10,000 രൂപയ്ക്ക് വരും. ഇത് തോന്നുന്നത് നല്ല ഫയലാണെങ്കിൽ ആ ഫുൾ എമൗണ്ട് എല്ലാം കുറച്ച് തരാം. 2000 സെലേറിയോ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തരാം. ഓട്ടോമാറ്റിക് ആണോ? അല്ലല്ലോ, മാനുവൽ സിംഗിൾ ഓണർഷിപ്പ് 60,000 കിലോമീറ്റർ 18 വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്കിൽ അധികം ഫസ്റ്റും സെക്കൻഡും ഓണർഷിപ്പിൽ തന്നെ വണ്ടിയുള്ളത്. മാക്സിമം നിങ്ങൾക്ക് ലോണും ചെയ്യാൻ പറ്റും. പിന്നെ 2017 വണ്ടി തന്നെ 2,15,000 ഇതും തരാം. 17 വണ്ടിയാണ്. 2017 ഇയോൺ 2,15,000 രൂപയ്ക്ക് ഫുള്ള് കയറും ചെയ്യും. ഫുള്ള് കയറി തരാം. ഓക്കെ. അതേമാതിരി 2019 ഓൾട്ടോ 800 കമന്റ് ഇടുന്ന ആൾക്കാർ ഇതിനും കമന്റ് ഇടണോ? 2019 ഓൾട്ടോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 2.25 തരാം. 2.25 കൊടുക്കാൻ പറ്റും അല്ലേ? മുണ്ടൂല, കമന്റ് ഇടുമ്പോൾ മുണ്ടൂല. അതും 2.25 കൊടുത്തതാണ്. VXI ആണ്. 18 VXI ബുക്ക്ഡ് ആണ് വണ്ടി. ബുക്ക്ഡ് അല്ലേ? കസ്റ്റമർ ബുക്ക്ഡ് ആയ വണ്ടിയാണ്. ഇതാ 2017 ഗ്രാൻഡ് ആയിട്ട്. ഓക്കെ. 3,87,000 തരാം. സിംഗിൾ ഓണർഷിപ്പ് 43,000 കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ. ഓക്കെ. ഫ്രീ സ്റ്റൈൽ ഫോർഡ് ഫ്രീ സ്റ്റൈൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീഡിയോയിലുണ്ട്. അതിന്റെ സ്പെഷ്യൽ റേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. 5.25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഒരു 5.5 വരെ ലോൺ ചെയ്യാൻ പറ്റും. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 40,000 കിലോമീറ്റർ ഓടുള്ളൂ. ഫ്രീ സ്റ്റൈലിലെ ഫുൾ ഓപ്ഷൻ വണ്ടി. ഡീസൽ മൈലേജ് വേണം, ലോങ് ഓടണം, ഡീസൽ വേണം എന്നുള്ള ഒരാൾക്ക് കറക്റ്റ് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അതേമാതിരി 2012 രജിസ്ട്രേഷൻ വരുന്ന റിഡ്സ് VXI പെട്രോൾ എങ്ങനെയാ? ഇതും 2 താഴെ 2 ചോടെ കൊടുക്കും. 2012 കാണണം. 1.90 തരാം. 1.90. ഓക്കെ. ബലേനോ 5.40 നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ട് അതൊക്കെ കറക്റ്റ് എടുത്ത ആളെന്നെ പറഞ്ഞു. എടുത്തതിന് ശേഷം പറഞ്ഞ് ഈ വില എവിടെയും കിട്ടാനില്ല. അടുത്തത് 2018 മോഡല് ഐട്ടൺ ഗ്രാൻഡ് മാഗ്ന എന്നുള്ള വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പ് കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടി 3,95,000 തരാം. 18 വണ്ടിയാണ്. 3,95,000 തരുന്നത് കൊടുക്കാൻ പറ്റും അല്ലേ? യെസ്. നെക്സ്റ്റ് വരുന്നത് 2019 വണ്ടി. 2019 ഇത് 4,30,000 തരാം. 19 വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് 74,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ. ലോണൊക്കെ അതിന് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. എടുക്കുന്ന ആൾക്കൊക്കെ ഒരു ചെറിയ ഇനീഷ്യൽ പേയ്മെന്റ് ചെറിയൊരു 25, 30, 10 ഒക്കെ ഇറക്കി കൊടുക്കാൻ പറ്റും. ഇതിന്റെ ആൾക്ക് ലോൺ കയറിയത് 3,10,000. വണ്ടിന്റെ വില വരുന്നത് 3,30. 18 ടിയാഗോ പെട്രോൾ ബുക്ക് കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ട് ബുക്ക് ഇടാം. 2019 വണ്ടി. ഓക്കെ. 34,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 4,20,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇതിന് 4 ലക്ഷം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനീഷ്യൽ പേയ്മെന്റ് 25,000 രൂപ ഉണ്ടെങ്കിൽ 19 വണ്ടി 1.2 ഗ്രാൻഡ് പെട്രോൾ എടുക്കാൻ പറ്റും. ഓക്കെ. ആസ്റ്റ പെട്രോൾ അല്ല, ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടി പെട്രോൾ i20 പെട്രോൾ i20. ഇതും സ്പെഷ്യൽ റേറ്റ് ആണ്. 4,85,000 തരാം. 4.5 വില ലോൺ ചെയ്യാൻ പറ്റുന്ന 2016 ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ലോഡ് വണ്ടി. ഓക്കെ. അതേമാതിരി ഗ്രാൻഡ് ആയിട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഗ്രാൻഡ് ആയിട്ട് നമ്മൾ 20 വണ്ടി തരാം സ്പെഷ്യൽ റേറ്റിൽ. 2020 മോഡല് 65,000 കിലോമീറ്റർ ഓടിയ വണ്ടി 4,60,000 തരാം. 4,60,000 2020 മോഡല് കറക്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഓക്കെ. സ്വിഫ്റ്റ് ഡിസയർ ഇത് പോയതാണ് 2011 വണ്ടി. അതേമാതിരി ഒരു സ്പെഷ്യൽ റേറ്റിൽ തന്നെ 2015 ഗ്രാൻഡ് ഐറ്റം സിംഗിൾ ഓണർഷിപ്പ് 73 കിലോമീറ്റർ ഓടിയ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി 2,80,000 രൂപയ്ക്ക് വരാം. ഓക്കെ. സ്പെഷ്യൽ റേറ്റ് ചില 2015 വണ്ടിയാണ് 2,80,000 വരുന്നത്. നിങ്ങൾക്ക് ലോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 3 ലോൺ കയറും. ഗ്രാൻഡ് ഐറ്റം 2014 ഗ്രാൻഡ് ഐറ്റം 3,15 സിംഗിൾ ഓണർഷിപ്പ് 71,000 കിലോമീറ്റർ ഓടിയ. യെസ്. ഇതൊക്കെ ലോണ് 90+ കയറുന്നതിന് കയറുന്ന അല്ലേ? 6.25 ലക്ഷം രൂപയ്ക്ക് ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള എത്തിയോസ് തരാം. എത്തിയോസ് ലീവ 2019 സിംഗിൾ ഓണർഷിപ്പ് 86,000 VX എന്നുള്ള വേരിയന്റ് 6,27,000 രൂപയ്ക്ക് പെട്രോൾ വേരിയന്റ് തരാം. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ആയിട്ടേ ഉള്ളൂ അല്ലേ? വണ്ടി നീറ്റ് അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. നെക്സ്റ്റ് വരുന്നത് 2018 വണ്ടി. 16 i20 2016 i20 അല്ലേ? 4,10,000 രൂപയ്ക്ക് വരും. എത്ര ഓടിയുണ്ടത്? ഇത് ഓട്ടോ ഒന്നിനടുത്ത് ഓടിയിട്ടുണ്ട്. സ്പോർട്സ് എന്നുള്ള വേരിയന്റ് ആണ്. വെൽ കണ്ടീഷൻ വണ്ടി. സ്പോർട്സ് ഇതിന് മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അടുത്തത് 2013 മോഡല് വെൻഡോ
നല്ല ലുക്ക് ഉണ്ടല്ലോ വണ്ടി. 13 വെൻഡോ അല്ല 14 വെൻഡോ ഡീസൽ ഫുൾ ഓപ്ഷൻ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി 3,40,40,000 രൂപയ്ക്ക് ഒരു വാഗ്നറിന്റെ പൈസക്ക് ഡീസൽ വെൻഡോ വരാം. നല്ല ടയറൊക്കെ ആണല്ലോ. നല്ല ടയറാണ്, അലോയ്സ് ആണ്, ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. എയർ ബാഗ് വരുന്നത് അല്ലേ? 3,45,000. ഇപ്പോൾ 14 വാഗ്നറിന് എത്ര കൊടുക്കണം? അതിന് ഡീസൽ വണ്ടി നിങ്ങൾക്ക് സ്വന്തം. സെക്കൻഡ് ചോയ്സിന് എല്ലാ മാസവും നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ്. കഴിഞ്ഞ മാസം ചെയ്ത ഒരുവിധ വാഹനങ്ങളൊക്കെ ഇവിടെ സെയിൽ ആയിട്ടുണ്ട്. പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇനി ലോ ബഡ്ജറ്റ് വേണ്ടവർക്ക് അതുകൊണ്ട്, ഇനി നല്ല ക്വാളിറ്റി ലോണ് വേണമെന്നുള്ള ആൾക്കാർക്ക് സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ മാക്സിമം ഫണ്ടിങ് കയറുന്ന വണ്ടികൾ ഒരുപാട് എണ്ണുണ്ട്. സിവിൽ സ്കോർ റെഡി ആവണം ഏകദേശം എത്ര? എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് നോക്കാൻ പറ്റും. അങ്ങനെ ഫോൺ നോക്കി അത് നോക്കാം. അതെങ്ങനെ പറഞ്ഞാൽ മതി. ഫോണിൽ ജിപേയിൽ ഈ ഓപ്ഷൻസ് ഉണ്ട്, സിവിൽ സ്കോർ എന്നുള്ളത്. നമ്മൾ അതിൽ നമ്മളെ പാൻ കാർഡിൽ വന്ന നമ്മളെ ഫുൾ നെയിം അതിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ സിവിൽ സ്കോർ ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര സ്കോർ വേണം? 650 മേലെ ഉണ്ടെങ്കിൽ എല്ലാ ബാങ്കും തയ്യാറാണ്. എല്ലാ ബാങ്കും തയ്യാറാണ്. ഓക്കെ. അതിൽ കുറവാണെന്നുണ്ടെങ്കിലും ചെയ്യുന്ന ബാങ്കുകളുണ്ട്. റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ചെറിയ മാറ്റം വരും. ആണല്ലേ? ഓക്കെ, അങ്ങനെയാണല്ലേ? അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യല്ല, താല്പര്യമുള്ള ആൾക്കാർ എടുക്കുക, ആവശ്യക്കാർ എടുക്കുക. അതും ഡോക്യുമെന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. സൈൻ ചെയ്യുന്ന സമയത്തൊക്കെ ക്ലോസിംഗ് ചാർജ് ഒക്കെ നല്ല രീതിയിൽ അവർ മെൻഷൻ ചെയ്യും. അപ്പോൾ അതൊക്കെ നോക്കി വായിച്ച് നോക്കിയിട്ട് മാത്രം സൈൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇവിടെ ജോബ് വേക്കൻസി ഉണ്ട്, ആ നമ്പറിൽ കൊടുക്കാം അല്ലേ? എന്തൊക്കെ വേക്കൻസി ആണ്? സെയിൽസ്, പിന്നെ ഫോൺ എടുക്കുന്ന സ്റ്റാഫ്. ഫോൺ എടുക്കുന്ന സ്റ്റാഫിന് എടുക്കുന്നുള്ള സ്റ്റാഫ് മാത്രം അപ്ലൈ ചെയ്താൽ മതി. എടുക്കേണ്ടി വരും. അത്രയും കോൾസും വരും. വെച്ചാൽ ഇവിടെ ഇവർ പ്രതീക്ഷിക്കുന്ന കോളല്ല വരുന്നത്, എല്ലാം കോൾ വരും. അപ്പോൾ ആ കോൾ എടുക്കുന്ന സ്റ്റാഫ് നല്ല എഫിഷ്യൻ്റ് ആണ്. അവർക്ക് കൺവേർഷൻ നടക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഇൻസെൻറ്റീവ് തരാം, നല്ല പാക്കേജ് തരാം. ആണല്ലേ? ചില അത്രയും കോൾസ് വരുന്നുണ്ട്. പിന്നെ സെയിൽസ് സ്റ്റാഫ് അത്രയും കസ്റ്റമർ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള സെയിൽസ് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ഇൻസെൻറ്റീവ് സാലറിയും ഇവിടെ ഉണ്ടാക്കും. ഇപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ 55 to 60 വരെ സാലറി പ്ലസ് ഇൻസെൻറ്റീവ് കളക്ട് ചെയ്യുന്നുണ്ട്. ആണല്ലേ? അപ്പോൾ ആ രീതിയിൽ വർക്ക് ചെയ്യാൻ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ അപ്ലൈ ചെയ്താൽ നല്ല രീതിയിൽ പൈസ, നല്ല ബെനിഫിറ്റ് ഉണ്ട് അല്ലേ? ഒരു അക്കൗണ്ടന്റിന്റെ വേക്കൻസി ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.